ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഡോൾഷെ ഗബ്ബാനയുടെ ന്യൂ വേർഷനായിട്ടുള്ള ഡിവോഷൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഡോൾഷെ ഗബ്ബാന എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും, ഒരുപാട് പെർഫ്യൂം ഒരുപാട് ആളുകൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന, പേഴ്സണലി പ്രിഫറൻസ് ഉള്ള കളക്ഷൻസ് ഉള്ള ബ്രാൻഡാണ് ഡോൾഷെ ഗബ്ബാന. അവരുടെ തന്നെ ലേറ്റസ്റ്റ് വേർഷനായിട്ടുള്ള ഡിവോഷൻ എന്ന് പറയുമ്പം കഴിഞ്ഞ വർഷം 2023 ഇത് ലോഞ്ച് ആയിട്ടുള്ളത്. കിടിലനായിട്ടുള്ള പെർഫ്യൂം. പേഴ്സണലി എനിക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പെർഫ്യൂമാണത്. നമുക്കിതിൻ്റെ ബോട്ടിലൊന്ന് നോക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹാൻഡ്ലി ആയിട്ടുള്ള ഒരു ബോട്ടിൽ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് മേക്ക് ആയിട്ടുള്ളത്. നല്ല കുറച്ച് വെയിറ്റൊക്കെ ഉണ്ട് ബോട്ടിലിന്. നമ്മുടെ കയ്യിലുള്ള ബോട്ടിലിൽ സാധനം അത്യാവശ്യം തീരാനായിട്ടുണ്ട്. ഓക്കെ, നല്ല അടി നടക്കുന്നുണ്ട്, അപ്പം തീരാനായിട്ടുണ്ട്. അതിൻ്റെ ബോട്ടിലും അതുപോലെ തന്നെ ഫ്രണ്ടിലുമായിട്ട് ഒരു ഗോൾഡൻ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ DNG എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം തിരക്കായിട്ടുള്ള ഡിസൈനാണ്, നല്ല ക്വാളിറ്റിയിലാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ പെർഫ്യൂം ട്രൈ ചെയ്യണമല്ലോ, അതിനുള്ള മെയിൻ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി പെർഫ്യൂം അറിയാം, പക്ഷേ എങ്കിലും നിങ്ങൾക്കിത് കാണിച്ചിരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്നിഫ് തന്നെ ഒറ്റ ട്രൈ നമ്മൾ ചെയ്തിട്ടുള്ളൂ, ഒറ്റ വട്ടേ നമ്മൾ നോക്കിയിട്ടുള്ളൂ കേട്ടോ, ഒറ്റ വട്ടേ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളൂ. അത് ഞാനൊന്ന് സ്മെല്ല് ചെയ്യാൻ സ്നിഫ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഭയങ്കര ഫീലിംഗ് ആണ്. ഒരു സ്വീറ്റായിട്ടുള്ള വാനില സിട്രിക് ഓറഞ്ച് ഫീലാണ്. അതിൻ്റെ നോട്ട്സിന് നമുക്ക് കാണാൻ പറ്റും. ടോപ്പ് നോട്ട് വരുന്നത് കാൻഡിഡ് സിട്രസ് ആണ്, പിന്നെ ഹെഡ് വരുമ്പം ഓറഞ്ച് ബ്ലോസം, ബേസിൽ വാനില. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നോട്ട്സ് വരുന്നത്. മറ്റേത് പെർഫ്യൂമിൽ നിന്ന് എനിക്ക് പേഴ്സണലി ഇതിനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോട്ട്സ്, ഇത് സ്റ്റാർട്ട് ടു എൻഡ് ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ നിൽക്കും. വാനിലയും ഓറഞ്ചും ഇതിൻ്റെ ആ ഒരു സ്ട്രിക് ഫീലും, വാനിലൻ്റെ ഫീല് കുറച്ച് സ്വീറ്റ്, അങ്ങനെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ നിൽക്കും. നമ്മൾ എപ്പോൾ സ്നിഫ് എടുക്കുന്ന സമയത്തും അതിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് ഇതിങ്ങനെ മിക്സായി കിട്ടുന്നതാണ്. ഒരു ടൈം നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ച് സ്വീറ്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ കുറച്ച് വാനിലയ്ക്കും കിട്ടുക, പിന്നെ ഒരു ഓറഞ്ചിൻ്റെ ഒരു സിട്രിക് ഫീലാണ് നമുക്ക് കിട്ടുക. അങ്ങനെ നോട്ട്സ് മാറി 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 കളിക്കുന്ന ഫീലിംഗാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പെർഫ്യൂം ഒരു ലേഡീസ് ഫ്രാഗ്രൻസ് ആക്കിയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. പക്ഷേ അതിലുപരി ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരുപാട് മെൻസിനാണ്. ഈ ഒരു പെർഫ്യൂം മെൻസ് ഒരുപാട് ആൾക്കാർ മേടിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലേഡീസ് ഫ്രാഗ്രൻസ് ആണെങ്കിൽ പോലും മെൻസ് ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫ്രാഗ്രൻസ് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയുന്നത്, സിട്രിക് ആ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു ഫീലിംഗ് ഇതിൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. നല്ല സ്വീറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് സിട്രസും വരുന്നുണ്ട്, പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വാനിലയും വരുന്നുണ്ട്. അങ്ങനെ ഇത് മാറി 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 കളിക്കുമ്പം നമ്മുടെ ക്ലോത്തിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിലാണെന്നുണ്ടെങ്കിലും ഒക്കെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ ഇതിനെക്കൊണ്ട് പറ്റുന്നുണ്ട്. അതാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ, ഈ ഒരു കളക്ഷൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ്റെ കാര്യത്തിൽ കിടിലനാണ്. ഒരു 6 to 7 hours ഒക്കെ ലാസ്റ്റിംഗ് ഇതിനെ എക്സ്പെക്റ്റ് ചെയ്യാം. ചിലപ്പം ഡിപ്പെൻസ് ആണ്, അതിലും കൂടുതൽ കിട്ടാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പക്ഷേ പ്രൊജക്ഷൻ എങ്ങനെ ആയാലും ഒരു 2 3 4 മണിക്കൂറൊക്കെ ഡിപ്പെൻസ്, 3 മണിക്കൂറൊക്കെ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അത്രയും ക്വാളിറ്റി ഈ ഒരു പെർഫ്യൂമിലുണ്ട് എന്നുള്ളത് ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രൊജക്ഷൻ വേണ്ടുന്ന രീതിയിലുള്ളൊരു പെർഫ്യൂം നോക്കുന്നുണ്ടോ, തീർച്ചയായിട്ടും ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത്രയ്ക്കും കേട്ടിലും മേക്കിങ്ങാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പം ഞാൻ പറയട്ടെ, ഇതിനെ കൊണ്ടുള്ള മെയിനായിട്ടുള്ള ഉപകാരം, നമ്മളൊരിക്കലും ഈ ഒരു പെർഫ്യൂം മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് എന്നുള്ള രീതിയിൽ ഒരാളും ഇതിനെ കൺസിഡർ ചെയ്യരുത്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂം അല്ല. ബിക്കോസ് ഇതിൻ്റെ സ്വീറ്റ്നെസ്, ആ ഒരു സ്വീറ്റ്നെസ് എന്ന് പറയുന്നത്, ഭയങ്കര വാനില സ്വീറ്റ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മടുക്കാൻ ചാൻസ് ഉണ്ട്. അത് ലേഡീസ് ആയിക്കോട്ടെ മെൻസ് ആയിക്കോട്ടെ, ഡെയിലി യൂസ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മേടിക്കരുത്. കാര്യം അത്രയും ക്വാളിറ്റിയുള്ള നല്ല പെർഫ്യൂമാണ്. ഡെയിലി അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മടുക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പം ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബിരിയാണി പോലെ തന്നെ ഇതിനെ കമ്പയർ ചെയ്യുക. എപ്പോഴും ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. ആ ഒരു ഫീലിംഗാണ് ഇതിനും വരുന്നത്. അപ്പം ലൊക്കേഷനിൽ യൂസ് ചെയ്യാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മസ്റ്റ് വാച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ കളക്ഷൻസിലേക്ക് ആഡ് ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ടും മേടിക്കാൻ പറ്റുള്ള പെർഫ്യൂം എന്ന് ഞാൻ അതിന് പറയും. അത്രയും ക്വാളിറ്റിയുള്ള പെർഫ്യൂമാണ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മേടിക്കാം. ഒരു ബ്ലൈൻഡായിട്ട് മേടിക്കാൻ പറ്റും നിങ്ങളുടെ ലൊക്കേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, താങ്ക് യു.